എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 23 ശ്ലോകം 6, 7, 8, 9, 10, 11, 12 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് അവര് ബ്രാഹ്മണരോട് ചെന്ന് അന്നം യാചിക്കണം ഗോപന്മാര്. പക്ഷെ കർമ്മഠന്മാരായിട്ടുള്ള ബ്രാഹ്മണര് കൊടുക്കണില്ല. ഒന്ന് കേട്ടൊന്നു പോലും നടിച്ചില്ല ആ കുട്ടികളുടെ വാക്കുകൾ. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയണത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. ഹേ ഭൂമിദേവാ ശൃണുത കൃഷ്ണസ്യാദേശകാരിണഃ പ്രാപ്താഞ്ജാനീത ഭദ്രം വോ ഗോപാന്നോ രാമചോദിതാൻ. എന്താണ് ആ ഗോപന്മാര് ബ്രാഹ്മണരോട് പറഞ്ഞതെന്ന് പറയണു. അവര് പറയണു, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, ഞങ്ങള് പറയണത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എന്നാ നിങ്ങൾക്ക് മംഗളം സംഭവിക്കും എന്ന് പറയണ ആ കുട്ടികള്. ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും കൽപ്പന കേട്ട് നടക്കുന്നവരാ ഞങ്ങള്. അവരയച്ചിട്ട് വന്നതാ നിങ്ങളുടെ അടുത്ത്. ഭഗവാന്റെ കൽപ്പന അനുസരിക്കുന്ന ഗോപന്മാരാണ് ഞങ്ങള് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അതാ പറയണു, ഗാശ്ചാരയന്താവിദൂരോദനം രാമാച്യുതൗ ഓലഷതോ ബുഭുക്ഷിതൗ തയോർദ്വിജാ ഓദനമർത്ഥിനോർയതി ശ്രദ്ധാജവോ യച്ഛത ധർമ്മവിത്തമാ. പശുക്കളെ മേച്ചുകൊണ്ട് രാമകൃഷ്ണന്മാരെ അതിന്റെ സമീപത്തിലുള്ള കാട്ടിലെത്തിയിട്ടുണ്ട് ഈ യജ്ഞശാലയുടെ. അവർക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞിട്ട് വിശന്ന് വന്നതാണ് ഞങ്ങള്. ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങള്. വിശന്ന് വലയുന്നവർക്ക് ഭക്ഷണം കൊടുക്കണത് ധർമ്മമാണെന്ന് നന്നായിട്ട് അറിയണവരല്ലോ ആണല്ലോ ബ്രാഹ്മണര്. നിങ്ങൾക്കത് നല്ലോണം അറിയാലോ, ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങൾക്ക് എന്ന് പറയണവര്. അതുകൊണ്ട് ആ ധർമ്മം അറിയുന്ന നിങ്ങൾ ഭക്ഷണാർത്ഥികളായിരിക്കുന്ന ആ രാമകൃഷ്ണന്മാർക്ക് ഭക്ഷണം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കും. ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് വളരെ ശ്രദ്ധയുള്ളത് കൊണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് ആ ഗോപന്മാര് പറഞ്ഞു. അതുകൊണ്ട് അവർക്കായിട്ട് ഞങ്ങൾ കുറച്ച് അന്നം തരണേ എന്ന് ആ കുട്ടികൾ പറയാണ്. ദീക്ഷായ പശു സംസ്ഥായ സൗത്രാമണ്യാശ്ച സത്തമാഃ അന്യത്ര ദീക്ഷിതസ്യാപി നാന്യമശ്നൻ ഹി ദുഷ്യതി. ദീക്ഷയിലിരിക്കുകയാണ് ഈ ബ്രാഹ്മണര്. അപ്പൊ അവരുടെ ഭക്ഷണം വേറൊരാൾക്ക് ശരിക്കും കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇവരെങ്ങനും പറഞ്ഞാലോ എന്ന് ആലോചിച്ചിട്ട് ആ കുട്ടികൾ പറയണു, അവർക്കറിയാം. അപ്പൊ കർമ്മകാണ്ഡത്തിൽ ഇവർക്ക് നല്ല പാണ്ഡിത്യണ്ട്. അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറഞ്ഞത്. പാശ്വാലംബനം കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാം എല്ലാവർക്കും എന്ന് പറയാണ്. ഹേ പൂജ്യന്മാരെ, നിങ്ങള് ദീക്ഷിതന്മാരായതുകൊണ്ട് നിങ്ങളുടെ അന്നം ഞങ്ങൾക്ക് ഭുജിച്ചുകൂടാ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ദീക്ഷയില് അഗ്നിഷ്ടോമീയ പാശ്വാലംബനം കഴിഞ്ഞൂലോ. അപ്പൊ ഇനി നിങ്ങളുടെ അന്നം ഞങ്ങൾ ഭുജിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല. പാശ്വാലംബനത്തിന് മുമ്പും സൗത്രാമണിയിലും ദീക്ഷിതാന്നം ഭക്ഷിച്ചുകൂടാ എന്ന അത് മാത്രമേ ശാസ്ത്രത്തിൽ നിഷേധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെയാണ് ഞങ്ങള് യാചിച്ചിട്ടുള്ളത് എന്ന് അവര് പറഞ്ഞു. അവർക്ക് അതിനെപ്പറ്റി നല്ലോണം അറിയാം. അതുകൊണ്ടാണ്. ഇതിതേ ഭഗവത് യാജ്ഞാം ശൃണ്വന്തോപി ന ശുശ്രുവു ക്ഷുദ്രാശാ ഭൂരി കർമാണോ ബാലിശാ വൃദ്ധമാനിന. അങ്ങനെ ഭഗവാൻ ചെയ്ത യാചന ഗോപന്മാര് അവരോട് അറിയിച്ചു. ദീക്ഷിതന്മാര് ആ കർമ്മഠന്മാരായിട്ടുള്ള ബ്രാഹ്മണര് അവര് കേട്ടു. എന്നാലും കേട്ട ഭാവം നടിച്ചില്ല. എന്തുകൊണ്ടെന്നാ അവര് അന്ധകരണ ശുദ്ധി വന്നവരല്ല. അത് തന്നെ നശ്വരമായ ആ സ്വർഗാദി ഭോഗത്തിൽ മാത്രമാണ് അവരുടെ ആശ. സ്വർഗം കിട്ടണം, അതിനു വേണ്ടിയിട്ട് യാഗം ചെയ്യാം. മനുഷ്യലോകത്തിൽ അനുഭവിക്കാൻ സാധിക്കണ ആ സ്ത്രീ സുഖം,
പിന്നെ കുറെ ദീർഘകാലം ജരാരോഗാദി ബാധയൊക്കെ കൂടാതെ സ്വർഗത്തിൽ ഇങ്ങനെ ജീവിക്കാം എന്ന് മാത്രല്ലാതെ സ്വർഗത്തില് കുറെ കാലമൊക്കെ താമസിക്കാം ഈ യാഗം ചെയ്താൽ. പക്ഷെ സ്വർഗത്തില് നിത്യാനന്ദം ലഭിക്കുവോ? ഇല്ല. അതുകൊണ്ട് സ്വർഗപ്രാപ്തി വിവേകികള് ആഗ്രഹിക്കില്ല. ഈ കർമ്മം കൊണ്ട് സമ്പാദിക്കപ്പെട്ട ഇഹലോക സുഖവസ്തുക്കള് ഒക്കെ നശിക്കും. അത് അവര് മനസ്സിലാക്കണില്ല. ഇതുപോലെ തന്നെ പുണ്യം കൊണ്ട് സമ്പാദിക്കപ്പെടുന്ന സ്വർലോക സുഖവും നശിക്കും എന്ന് ഈ അവിവേകികൾ അറിയുന്നില്ലല്ലോ. യഥേഹ കർമ്മചിതോ ലോക ക്ഷീയതേ തഥാ പുണ്യചിതോ ലോകോപി ക്ഷീയത. ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി എന്ന പ്രമാണത്തില് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന്റെ നശ്വരത ഉച്ചത്തില് വിളിച്ചു പറയുന്നുണ്ട്, ശ്രുതിയിലൊക്കെ പറയുന്നുണ്ട്. ഇത്ര തുച്ഛഫലം അനുഭവിക്കാൻ വേണ്ടി വളരെ ക്ലേശം അനുഭവിച്ചുകൊണ്ട് ഇവര് കർമ്മങ്ങൾ ചെയ്യണു. എത്രയും വേഗത്തില് പരമപുരുഷാർത്ഥം നൽകുന്നതിന് ഭക്തിക്ക് സാമർഥ്യമുണ്ട് എന്നുള്ള തത്വജ്ഞാനം ഇവർക്കില്ല. എന്നാലോ ഇതൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാന്നുള്ള നാട്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ പിന്നെ അറിവുള്ളവരോടൊന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവര് അറിവുള്ളവരോടൊന്നും ചോദിച്ച് ഒന്നും മനസ്സിലാക്കൂല. ഇങ്ങനെ ഇരിക്കുന്ന ആ ദീക്ഷിതന്മാര്, ദീക്ഷിത പശുക്കൾ എന്നാ പറയണത്, ബ്രാഹ്മണരുടെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാ ബ്രാഹ്മണർക്ക് വേണ്ടതായിട്ടുള്ളതായ വിവേകം, വിജ്ഞാനം, ആ ദയ ഒന്നും ഇല്ല അവർക്ക്. അങ്ങനെ ആ ബ്രാഹ്മണര് ഭഗവാന്റെ ആജ്ഞ കേൾക്കാത്തതിൽ ആശ്ചര്യമൊന്നുമില്ല. ദേശകാല പൃഥക് ദ്രവ്യം മന്ത്രതാന്ത്ര ഋത്വിജോഗ്നയ ദേവതായജമാനശ്ച ക്രതുർധർമ്മശ്ചയന്മയ. ദേശം, കാലം, ചരുപുരോടാശാദി പദാർത്ഥ സമൂഹം, മന്ത്രങ്ങള്, അവയുപയോഗിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളാവുന്ന തന്ത്രങ്ങള്, അവ നടത്തുന്ന ഋത്തുക്കുകള്, ദക്ഷിണാദികളായ അഗ്നികള്, ഏതൊരു ദേവനെ ഉദ്ദേശിച്ച് കർമ്മം നടത്തുന്നുവോ ആ ദേവൻ ആവിധ കർമ്മം ചെയ്യാൻ ദീക്ഷിച്ചിരിക്കുകയാണ്. ഭഗവാനെ തന്നെ ഇതൊക്കെ എല്ലാം ചെയ്തിട്ട് ഭഗവാനെ തന്നെ വിചാരിച്ചിട്ടാണ് അവർ ഈ കർമ്മം ചെയ്യണത്. അങ്ങനെയുള്ള ആ യജമാനൻ ഏതുവിധ കർമ്മത്തിനാണോ അവർ ഒരുങ്ങിയിരിക്കുന്നത് ആ കർമ്മമാകുന്ന യാഗം, അതിനുള്ള അപൂർവ ലക്ഷണം യാതൊന്നോ അതാകുന്ന ധർമ്മം, ധർമ്മത്തോടു കൂടി ചെയ്യേണ്ടതാണ് ഈ യാഗമൊക്കെ. ഇതെല്ലാം ഏതൊരു ഭഗവാന്റെ സ്വരൂപമായിരിക്കുന്നുവോ അങ്ങനെയുള്ള, അത് അടുത്ത ശ്ലോകത്തിലാണ് അതിന്റെ ബാക്കി പറയണത്, ആ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ അങ്ങനെ എനിക്ക് വിശക്കുന്നു ഭക്ഷണം തരുമെന്ന് അർത്ഥിച്ച് വന്നിട്ടും അവര് കൊടുത്തില്ല. ആർക്ക് വേണ്ടിയിട്ടാ ഇവര് യാഗം ചെയ്യണല്ലേ? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ത്വം ബ്രഹ്മ പരമം സാക്ഷാൽ ഭഗവന്തമഥോക്ഷജം മനുഷ്യദൃഷ്ട്യാ ദുഷ്പ്രജ്ഞാ മർത്യാത്മാനോ നമേനിരേ. പരബ്രഹ്മസ്വരൂപനായ ആ ഭഗവാൻ നേത്രാദികളായ ഇന്ദ്രിയങ്ങൾക്ക് ഒന്നിനും കാണാൻ കഴിയാത്തവനാണ്. എങ്കിലും ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനുള്ള കാരുണ്യ അതിശയം കൊണ്ട് കോമള സ്വരൂപം ധരിച്ചു വന്നിരിക്കുന്ന സാക്ഷാൽ ആ ശ്രീകൃഷ്ണമൂർത്തി, ആ ഭഗവാനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഭക്ഷണം അന്വേഷിച്ച് എന്നുള്ളത് ആ കർമ്മഠന്മാരായിട്ടുള്ള ബ്രാഹ്മണരും മനസ്സിലാക്കിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ വിചാരം ഞങ്ങള് മഹാബ്രാഹ്മണരാണ്, കർമ്മ സമയത്ത് ബ്രാഹ്മണരോടുള്ള ബാക്കിയുള്ളവരോടൊന്നും സംസാരിക്കാൻ പാടില്ല, അവരെ കാണാൻ തന്നെ പാടില്ല അബ്രാഹ്മണരെ, ഇങ്ങനെയൊക്കെയാണ് അവര് വിചാരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ എന്താ, മനുഷ്യദേഹത്തെയാണ് ഇവര് ആത്മാവായിട്ട് ധരിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല സർവചരാചരങ്ങളിലും അവിശേഷണ വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഏകൻ തന്നെ. ഞാൻ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ള ഭാവനയ്ക്ക് വിഷയമായിരിക്കുന്നത് ദേഹം. ആത്മാവിന് ഇതൊക്കെ ഉണ്ടോ? ജാതി ബ്രാഹ്മണനും അല്ല, ക്ഷത്രിയനും അല്ല, വൈശ്യനും അല്ല, ശൂദ്രനും അല്ല എന്നുള്ള ആ വിചാര സാമർഥ്യം, ആ വിവേകം ഇവർക്കില്ലാത്തത് കൊണ്ട് ഗോപന്മാര് പറഞ്ഞ ആ പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണനും അവര് ഗോപന്മാര് പുകഴ്ത്തി പറഞ്ഞല്ലോ രാമകൃഷ്ണന്മാരെ. എന്താപ്പോ ഒരു പ്രത്യേകത? ആ ശ്രീകൃഷ്ണൻ എല്ലാ മനുഷ്യരെയും പോലെ ഒരു മനുഷ്യൻ എന്ന് മാത്രമല്ലാതെ വിശേഷ വിധിയായിട്ടൊന്നും മനസ്സിലാക്കിയില്ല അവര് ഭഗവാനെ കുറിച്ച്. അതുകൊണ്ട് അവര് പറഞ്ഞ ആ ശ്രീകൃഷ്ണ ഭഗവാനെ അവര് ഒട്ടും ബഹുമാനിച്ചില്ല. എന്നാൽ യാഗം ചെയ്യണത് ആർക്ക് വേണ്ടിയിട്ടാ എന്നുള്ള ബോധം പോലും അവർക്ക് ഉണ്ടായില്ല. ഒന്നും വേണ്ടിയില്ല എന്ന് പറയണു അടുത്ത ശ്ലോകത്തില്. യദോമിതി പ്രോജുർ നേതി ച പരന്തവ ഗോപാ നിരാശാ പ്രത്യേത്യ തഥോജു രാമകൃഷ്ണയോഹോ. അങ്ങനെയുള്ള ആ ദീക്ഷിതന്മാര്, ആ യജ്ഞ ബ്രാഹ്മണര്, നിൽക്കൂ ഭക്ഷണം തരാം
എന്നോ പൊക്കോളൂ പൊക്കോളൂ അന്നം തരില്ലാന്നോ ഒന്നും പറഞ്ഞില്ല. രണ്ടും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. അതാണ് കേട്ടൂന്ന് പോലും നടിക്കാതെ ഇരുന്നു. ബ്രാഹ്മണര് ഭക്ഷിക്കുന്നതിന് മുമ്പ് ഇവർക്ക് കൊടുത്താൽ ശേഷമായിട്ട് പോകുമെന്നോ ബ്രാഹ്മണ ഭോജനം കഴിഞ്ഞ ശേഷം ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാമെന്നോ എന്ത് വിചാരത്താലാണെന്ന് അറിഞ്ഞൂടാ. ഉണ്ടെന്നോ ഇല്ലെന്നോ അവരൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ചിലര് ചോദിക്കുന്നുണ്ട്, അവരോട് എന്തെങ്കിലും ഒരു മറുപടി പറയണം എന്നുള്ളൊരു മര്യാദ പോലും അവര് കാണിച്ചില്ല. അപ്പൊ അവർക്ക് കുറച്ചു നേരമൊക്കെ അവര് നോക്കി നിന്നു, ആ കോപ്പന്മാര് കുട്ടികള്. പിന്നെ അവര് നിരാശരായിട്ട് തിരിച്ചു ചെന്നിട്ട് രാമകൃഷ്ണന്മാരോട് വിവരങ്ങളൊക്കെ പറയാണ്. ഒന്നും തന്നില്ല, അവരൊന്നും വേണ്ടിയില്ല. തരാന്നും പറഞ്ഞില്ല, തരില്ലാന്നും പറഞ്ഞില്ല. ഞങ്ങള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം അവിടെ നോക്കിയിരുന്നു. അവരൊന്നും വേണ്ടിയില്ല കൃഷ്ണ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.